ഹേ മൈ ബ്യൂട്ടിഫുൾ സോൾസ്, ഇപ്പം ഞാനുള്ളത് മാംഗ്ലൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇപ്പോൾ സമയം 5:45. ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം വന്ദേ ഭാരതിൽ യാത്ര ചെയ്യണം എന്ന് വിചാരിച്ച് കുറേയായി നടക്കുന്നു, പക്ഷേ ഇതുവരെ പോസിബിൾ ആയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് കാലിക്കറ്റിലേക്കാണ്, മാംഗ്ലൂർ ടു കാലിക്കറ്റിലേക്കാണ് യാത്ര. ഷോർട്ട് ഡിസ്റ്റൻസ് ആണ് യാത്ര. ആക്ച്വലി ട്രെയിൻ നേരത്തെ വന്നു. ആശാന് സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സംഭവം അറിഞ്ഞില്ല. ഇനി ഹെഡ്സെറ്റ് വെച്ചോണ്ടാണോ എന്നറിയില്ല. അടുത്തേക്ക് എത്തിയപ്പോഴാണ് ഞാൻ ട്രെയിൻ വന്ന കാര്യം തന്നെ അറിഞ്ഞത്. അടുത്തേക്ക് വരുന്തോറും ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടുന്നുണ്ടായിരുന്നു. കാരണം വീഡിയോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. എക്സൈറ്റ്മെൻ്റ് ഒക്കെ അവിടെ നിൽക്കട്ടെ. സംഭവം എവിടെ ചെന്നാലും എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മണ്ടത്തരം ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു മണ്ടത്തരം സംഭവിച്ചു. സംഭവം എനിക്ക് കയറേണ്ട കോച്ച് C7 ആയിരുന്നു. പക്ഷേ എൻ്റെ അടുത്ത് നിന്നിരുന്ന ആൻറ്റി അവിടുത്തെ TTനോട് C4 എവിടെയാണ് കോച്ചത് ചോദിച്ചപ്പോൾ എൻ്റെ മൈൻഡിൽ സ്റ്റോർ ആയത് ഞാൻ C4ലാണ് കയറേണ്ടതെന്നാണ്. ഞാൻ C4ൽ പോയി എൻ്റെ സീറ്റിൽ പോയി ഇരുന്നു. അപ്പോൾ ആണ് ഒരു ഫാമിലി വന്നിട്ട് പറഞ്ഞു ഇത് എൻ്റെ സീറ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല, ഇത് എൻ്റെ സീറ്റാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെക്ക് ചെയ്തപ്പോഴാണ് അയ്യോ, അവരോട് ഞാൻ ഒരു സോറിയൊക്കെ പറഞ്ഞു. പെട്ടിയും ചട്ടിയൊക്കെ ആയിട്ട് C7ലേക്ക് നടന്നു. കുറച്ച് നടക്കാനുണ്ടായിരുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ, നമുക്ക് ഇറങ്ങി നടക്കണ്ട, ഫുൾ ഓപ്പൺ ആയതുകൊണ്ട് നമുക്ക് അതിലൂടെ പോയാൽ മതി. എല്ലാ കോച്ചിലും ഒരു എൻഡിൽ ഫുഡും കാര്യങ്ങളും ആയിരിക്കും, അടുത്ത എൻഡിൽ വാഷ്റൂമും സൗകര്യങ്ങളായിരിക്കും. ഇന്ത്യനും ഉണ്ട്, വെസ്റ്റേണും ഉണ്ട്. നല്ല നീറ്റായിട്ടുള്ള വാഷ്റൂമാണ്. അങ്ങനെ ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. C7ലേക്ക് എത്തിയപ്പോൾ തന്നെ എൻ്റെ സീറ്റിൽ ഒരു ന്യൂസ് പേപ്പറും വാട്ടർ ബോട്ടിലും ഉണ്ടായിരുന്നു. ആ സീറ്റിൽ ഇരുന്നതും ട്രെയിൻ മൂവ് ആവാൻ തുടങ്ങി. കറക്റ്റ് ടൈമിനായിരുന്നു ട്രെയിൻ എടുത്തത്. ആദ്യം എനിക്ക് തന്നത് ഒരു കന്നഡ പത്രമായിരുന്നു. അതെനിക്കറിയാത്തതുകൊണ്ട് അടുത്ത സീറ്റിൽ നിന്ന് ഞാനത് മാറ്റിയെടുത്തു. ട്രെയിൻ സ്റ്റാർട്ടായപ്പോൾ തന്നെ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് പോലെ കുറച്ച് സാധനങ്ങൾ തന്നു. അതിലൊരു ഫാറ്റ് ഫ്രീ ബിസ്ക്കറ്റ് ഉണ്ട്, പിന്നെ ഒരു മസാല ടീ അല്ല, ജിഞ്ചർ ടീൻ്റെ ഒരു സാഷേ. ഇൻ ബിറ്റ്വീൻ TT വന്നു. അപ്പോൾ നമ്മൾ ആധാർ കാർഡ് കാണിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ജിഞ്ചർ ടീ ഒന്ന് കുടിക്കാം. ആക്ച്വലി ഞാനൊരു ടീ ലവറൊന്നുമല്ല, ബട്ട് എങ്ങനെ ഉണ്ടാകുന്നൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാഷേ ജസ്റ്റ് ആ ചൂടുവെള്ളത്തിലിട്ടിട്ട് മിക്സ് ചെയ്ത് കുടിക്കുക, അത്രയേ ഉള്ളൂ. ഒരു ഓക്കെ അത്രേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ബാക്കി നമുക്ക് ട്രെയിനിൽ കിട്ടുന്ന ചായയെ വെച്ച് അപേക്ഷിച്ച് നല്ലതാണ്. നമുക്ക് ഈ ബിസ്ക്കറ്റ് വീട്ടിലേക്ക് കൊണ്ടുപോകാം. ലക്കി എന്തായാലും വെയിറ്റിംഗ് ആയിരിക്കും. അപ്പോൾ പിന്നെ ബിസ്ക്കറ്റ് കൊടുത്തിട്ട് സമാധാനിപ്പിക്കും. അപ്പോൾ നമുക്ക് ആ ഡിസ്പ്ലേയിൽ തന്നെ കാണാം അടുത്ത സ്റ്റേഷൻ ഏതാണെന്നുള്ളത്. നമുക്ക് ആ ഡിസ്പ്ലേയിൽ കാണാം, അവർ പറയുകയും ചെയ്യും. പിന്നെ എല്ലാ ലാംഗ്വേജിലും അതിങ്ങനെ എഴുതി കാണിക്കും. എല്ലാ ലാംഗ്വേജിലും എന്ന് പറഞ്ഞാൽ കന്നഡ, മലയാളം, പിന്നെ ഹിന്ദി. നമുക്ക് ഒരു തരത്തിലുള്ള കൺഫ്യൂഷനും വരില്ല. ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷൻ എത്താനാവുന്ന സമയത്ത് തന്നെ നമ്മളുടെ ബാഗും കാര്യങ്ങളൊക്കെ എടുക്കണം, അതെല്ലാം അനൗൺസ് ചെയ്യും. ഇത് നമ്മളെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ബട്ടണാണ് കേട്ടോ. അത് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. എപ്പോൾ ഞാൻ ട്രെയിനിൽ പോയിട്ടുണ്ടെങ്കിലും റണ്ണിങ് സ്റ്റാറ്റസ് ഉപയോഗിച്ച് എപ്പോഴാണ് അടുത്ത സ്റ്റേഷൻ എത്തുക ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷേ ഇതിൽ നമുക്ക് ആ ഡിസ്പ്ലേയിൽ കാണിച്ചുകൊണ്ടിരിക്കും ഇത്ര കിലോമീറ്ററും കൂടെ ഉണ്ട് അടുത്ത സ്റ്റേഷനിലേക്ക് എന്നുള്ളത്. അപ്പോഴേക്കും നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. ആക്ച്വലി ബൈ മിസ്റ്റേക്ക് ഞാൻ ഫുഡ് ഓർഡർ ചെയ്ത് പോയതാണ്. നമുക്ക് അടുത്ത് തന്നെയാണല്ലോ സ്റ്റേഷൻ, ഒരു 2.5 hours ഉള്ളൂ. അതും നോൺ വെജാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. വെജ് മതിയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് എപ്പോഴും നല്ലത് വെജാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഉള്ളത് നോക്കാം. നമ്മൾക്ക് ആ ട്രെയിനിൻ്റെ അകത്ത് വെറ്റ് വൈപ്സ് ഉണ്ടായിരുന്നു, പിന്നെ സ്പൂണ്, ദെൻ പിന്നെ 2 കട്ട്ലറ്റ് ഉണ്ടായിരുന്നു,
പിന്നെ ചോക്കോ പൈ, പിന്നെ ഒരു ഫ്രൂട്ടി, ഓംലെറ്റ്, ബ്രെഡ്, ബട്ടർ, ഇതൊക്കെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിലുണ്ടായിരുന്നത്. ബ്രെഡ് നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ്, നല്ല വലുപ്പമൊക്കെ ഉണ്ടായിരുന്നു. ബട്ടറും അടിപൊളിയായിരുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ, ഫ്ലൈറ്റിൽ നിന്ന് കിട്ടുന്ന ബട്ടറും നല്ല ടേസ്റ്റാണ് ഉണ്ടാവാറ്. അതെന്താ അതിൻ്റെ ഗുട്ടൻസ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ കട്ട്ലറ്റ് ഉണ്ടല്ലോ, ഒന്നിനും കൊള്ളൂലായിരുന്നു. വായിൽ വെക്കാൻ പറ്റാത്ത അത്രയും വൃത്തിയിട്ടൊരു സാധനം. എന്തിനാണ് അവരത് കൊടുക്കുന്നതെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ കേസരി ഇസ് ഓക്കെ. ഫ്രൂട്ടും ബിസ്ക്കറ്റും ഞാൻ കഴിച്ചില്ല, പിന്നെ അമ്മയ്ക്കും അച്ഛനും കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും കാലിക്കറ്റ്. ബൈ.